അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റമദാനൊക്കെ തുടങ്ങി ഒരു ചെറിയ നോമ്പുതുറയുടെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു സ്നാക്ക് തയ്യാറാക്കിയിരുന്നു. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 2 ചെറിയ സവാള കട്ട് ചെയ്തത്, ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അതൊരുവിധം വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിവിടെ ഏകദേശമൊക്കെ വഴണ്ട് വരുമ്പോൾ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഇവിടെ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിൻ്റെ ആ പച്ചക്കുത്തലൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 100 ഗ്രാം ചിക്കൻ കുരുമുളക് ഉപ്പും ചേർത്ത് വേവിച്ചതിന് ശേഷം ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് മല്ലിയില കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഈ കൂട്ടങ്ങ് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് മൈദപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഇതേ പരുവത്തിലാണ് ഞാനിവിടെ ബാറ്റർ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ദോശ ചുട്ടെടുക്കുന്നത് പോലെ ഒന്ന് ചുട്ടെടുക്കാം. നല്ല നൈസിന് ഒന്ന് പരത്തി ചുട്ടെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ദോശ എടുത്തതിന് ശേഷം അതിലോട്ട് ഈ ഫില്ല് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ മടക്കിയെടുക്കാം. ഒരു ബൗളിലോട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് അത് മാറ്റാവുന്നതാണ്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ചിക്കൻ കറിയാണ് റെഡിയാക്കിയിരുന്നത്. അത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മല്ലിയിലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കഴിക്കാൻ പിന്നെ ഉറട്ടിയായിരുന്നു നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനായിട്ട്. ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറയായിരുന്നു. കുടിക്കാൻ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു, കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.